ഹായ്, എല്ലാവർക്കും ജ്യോതിസ് കറി വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു. ഇന്നിപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സദ്യക്ക് പറ്റുന്ന ഒരു രസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. രസം പല വിധത്തിലുണ്ട്. കുരുമുളക് രസം, പരിപ്പിട്ട രസം, പരിപ്പിടാത്ത രസം, തക്കാളി രസം, അങ്ങനെ എല്ലാ രസവും ഞാൻ നിങ്ങൾക്ക് വഴിയെ പരിചയപ്പെടുത്തി തരാം. ഇപ്പോൾ ഓണമൊക്കെ ആയ കാരണം ഫസ്റ്റ് നമുക്ക് നല്ല ടേസ്റ്റ് ഉള്ള പരിപ്പിട്ട രസം, സദ്യ സ്പെഷ്യൽ രസം എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിൽ ഈ ഒരു കപ്പിൽ ഏകദേശം 3/4 കപ്പ് പരിപ്പ് എടുത്തിട്ട് വേവിച്ച് 2-3 വിസിലൊക്കെ അടിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 3 തക്കാളി, കുറച്ച് മല്ലിയില, പിന്നെ കരിവേപ്പിൻ്റെ ഇല, ചുവന്നമുളക്, കടുക്, ഇത് 3 നമുക്ക് വറുത്തിടാൻ വേണ്ടതാണ്. പിന്നെ കുറച്ച് നാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളി ഇതാ കലക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇല, 3 വെളുത്തുള്ളി, ഒരു 1/2 സ്പൂൺ കുരുമുളക്, 1 സ്പൂൺ ജീരകം, ഇത് 4 നമുക്ക് ചതച്ചെടുക്കാനുള്ളതാണ്. പിന്നെ എനിക്ക് വേണ്ടതാണ് ഒരു കഷ്ണം ശർക്കര. ശർക്കരയൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം, വേണ്ടെങ്കിൽ വേണ്ട കേട്ടോ. പിന്നെ ഒരു ചെറിയ കഷ്ണം കായം, അങ്ങനെയുള്ള കായാണ്. പിന്നെ കുറച്ച് കായപ്പൊടി വേണം, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മുളക് പൊടി. പിന്നെ ഞാൻ ഇവിടെ 1.5 സ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ ഉപ്പ് വേണ്ടത് അതിനനുസരിച്ച് ഉപ്പെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചാൽ, ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഈ പരിപ്പും ഈ 2 തക്കാളിയും കൂടി മുറിച്ചിട്ടിട്ട് ഞാനൊന്ന് അരച്ചെടുത്ത് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം. അതിനുശേഷം ബാക്കിയുള്ള പ്രൊസീജിയറൊക്കെ നോക്കാം കേട്ടോ. നമ്മൾ ആ വേവിച്ച് വെച്ച പരിപ്പും 3 തക്കാളി എടുത്ത് വെച്ചിരുന്നില്ലേ, അതിലത്തെ 2 തക്കാളി ഇതാ ചെറുതായി അരിഞ്ഞിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പം ഞാൻ ഇത് അരച്ചിട്ട് വന്നു, കണ്ടോ, ഇങ്ങനെ പേസ്റ്റ് പോലെ ഉണ്ടാവും അരച്ച് കഴിഞ്ഞിട്ട്. ഇനിയിപ്പോൾ നമ്മൾ രസം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം അതിന് വേണ്ടി നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചു. അതിലേക്കിപ്പോൾ നമ്മൾ ഈ അരച്ച് വെച്ചത് എടുത്ത് കൊടുക്കുക. ആ പാത്രമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് പാത്രം വെച്ചാൽ വെക്കാം കേട്ടോ. ഇത് മുഴുവനായിട്ട് എനിക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് നല്ലോണം വെള്ളം ഒഴിക്കണം, കാരണം അത് കട്ടി പേസ്റ്റ് പോലുള്ളതല്ലേ. അതിൽ തന്നെ നമുക്ക് മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ആ വെള്ളം ഒഴിക്കാം. ഇനി കുറച്ചും കൂടി നല്ലോണം വെള്ളം ഇരുന്നോട്ടെ. വെള്ളം നമുക്ക് ഒന്നുകൂടി കുറുകണം. വെള്ളമൊക്കെ നന്നായി കുറുകി വേണം. ഈ കട്ടി അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കട്ടി ആയിട്ട് നമ്മൾ ഇട്ട് കൊടുത്താൽ ഈ പരിപ്പും തക്കാളി അരച്ചത് നന്നായിട്ട് ഒന്ന് കൈവിടാതെ ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മളൊരു തക്കാളി മാറ്റി വെച്ചില്ലേ, ആ തക്കാളി ഈ രസത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ ഈ കായം, അങ്ങനെ വെച്ച കായ ഉണ്ടല്ലോ, ഒരു കഷ്ണം, ഈ കായ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളെടുത്ത് വെച്ച മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഞാനൊരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ടത്, നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഇടണം എന്നുണ്ടെങ്കിൽ ഇടാം, കമ്മിയാവണ്ട എന്തായാലും. പിന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടി, ഇത് 3 നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കട്ടെ. ഇത് നല്ലോണം തള വരട്ടെ. ഇത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് നമുക്ക് ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ ഇത് തള വരുന്നതിൻ്റെ ഇടയിൽ ഞാൻ ചെയ്യാൻ എന്താ പോകുന്നത് കാണിച്ചു തരാം കേട്ടോ. ഈ തള വരുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഈ കുരുമുളകും ജീരകവും ഈ കരിവേപ്പിൻ്റെ ഇലയും വെളുത്തുള്ളി എടുത്ത് വെച്ചില്ലേ, ഇത് നന്നായിട്ടൊന്ന് ചതച്ചിട്ട് വരാം. ഞാനിവിടെ അമ്മിയിലാണ് ചതയ്ക്കാൻ പോകുന്നത്. ചതച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പുളി നന്നായിട്ട്, ഇപ്പം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചില്ലേ, ആ പുളി നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം അത് കണ്ട നന്നായിട്ട് രസം നന്നായി തിളച്ച് വരുന്നുണ്ട്. അപ്പം നമ്മൾ അതിലേക്ക് ഈ പുളി ഒന്നിലേക്ക് അരിച്ചൊഴിക്കുക, അല്ലെങ്കിൽ നമ്മളിങ്ങനെ കൈകൊണ്ട് അരിച്ചാലും മതി. ഈ പുളി ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇളക്കരുത്, അത് നന്നായി തിളച്ചൊക്കെ വരട്ടെ. അതിന് ശേഷം ഇനി ഇളക്കിയാൽ മതി കേട്ടോ. അപ്പം നല്ലോണം തള വരുന്നുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ച ഉപ്പുണ്ടായിരുന്നില്ലേ, ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു കഷ്ണം ശർക്കര എടുത്ത് വെച്ചില്ലേ, ഈ ശർക്കരയും അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇനി നന്നായിട്ടൊന്ന്
ഇളക്കി കൊടുക്കാം. ഇനി ഇത് ഒന്നും കൂടി ഒന്ന് കുറുകിക്കോട്ടെ. നന്നായി തിളച്ചിട്ട് ഒന്നും കൂടി ഒന്ന് കുറുക. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനത് ഇളക്കിക്കൊണ്ടിരുന്നുണ്ടായിരുന്നു. എനിക്ക് ഉപ്പ് പോരാ തോന്നിയപ്പോൾ ഒരു 1/4 സ്പൂൺ ഉപ്പും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ അളവിനേക്കാളും ഒരു 1/4 സ്പൂണ്. ഇനിയിപ്പോൾ നമ്മൾ അത് ചതച്ച് വെച്ചില്ലേ കുറച്ച് സംഭവങ്ങൾ, ജീരകം, കുരുമുളക്, വെളുത്തുള്ളി, കരിവേപ്പിൻ്റെ അമ്മയിൽ ചതച്ചിട്ട് വരാറില്ല, അങ്ങനെ ചതച്ചിട്ടുണ്ടാവും. ഈ ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനിയാണ് രസത്തിൻ്റെ ഗുണമെന്നുള്ള മണം അങ്ങനെ വരും. ഇതിട്ടിട്ട് ഒരുപാട് നേരം തിളപ്പിക്കേണ്ട, ഒരു ലേശം കുറച്ചൊന്ന് തള വന്നാൽ മതി. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യും. അപ്പോൾ ഇതിന് തള വന്നു കൊണ്ട് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കേണ്ട. ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റട്ടെ കേട്ടോ. അപ്പോൾ അത് ഞാൻ തിളച്ചപ്പോൾ അതിന് വേറെ പാത്രത്തിലേക്ക് ഒഴിച്ചു. ഇനി നമ്മൾ എടുത്ത് വെച്ച മല്ലിയില അങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അത് അരിയുന്നൊന്നുമില്ല, അങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമ്മൾക്കൊരു പാൻ വെച്ചിട്ട് ബാക്കി ഇതിലേക്കുള്ള വറവുണ്ടാക്കാൻ പോകുന്നു. ഇനി അത് ചൂടാവട്ടെ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഓയിലോ അതെന്താ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ പറഞ്ഞാൽ വേണം നിർബന്ധമൊന്നുമില്ല. ഓയിലാണ് ഒഴിക്കാൻ ഇഷ്ടം ഓയിൽ ഒഴിക്കാം. പിന്നെ നമ്മൾ എടുത്ത് വെച്ച ഈ കടുകിടുക. കടുക് പൊട്ടാൻ തുടങ്ങുമ്പോൾ ഈ ചുവന്ന മുളക് ഇട്ട് കൊടുക്കുക. ഗ്യാസ് ഒന്ന് സ്റ്റീമിലാക്കുക, സ്റ്റീം കമ്മിയാക്കുക, സിമ്മിലാക്കി കൊടുക്കുക. അതിന് ശേഷം ഇട്ട് വെച്ച കറിവേപ്പില ഇടുക. പിന്നെ അതിലേക്ക് കുറച്ചും കൂടി നമ്മൾ കായപ്പൊടി ഇട്ട് വെച്ചില്ലേ, കായപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതങ്ങനെ എനിക്ക് പൊത്തി കൊടുക്കുക. ഷൂന്നൊരു സൗണ്ട് കൊടുക്കാം. ഇനി അതിപ്പോൾ ഒന്നും ചെയ്യണ്ട. അത് അങ്ങനെ അടച്ചു വയ്ക്കുക. 5 മിനിറ്റ് അടച്ചു വയ്ക്കുക. അതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. അടച്ചു വെച്ചിരുന്നു. ഇപ്പോൾ തുറന്ന് നോക്കുക. ശരിക്കും നമ്മൾ കഴിക്കാൻ പോകുമ്പോൾ തുറന്നാൽ മതി. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് തുറന്നതാണ്. ഇങ്ങനെ ഉണ്ടാവും നമ്മുടെ രസം. ഇനിയിപ്പോൾ ഇതിൽ ഇത്ര കൊഴുപ്പ് വേണ്ട, നമുക്ക് ഇത്ര പരിപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ അരക്കപ്പ് പരിപ്പാണ്, അരക്കപ്പ് 3/4 കപ്പോളം കഷ്ടി പരിപ്പാണ് എടുത്തത്. നിങ്ങൾക്ക് അത്ര വേണ്ടെങ്കിൽ 1/4 കപ്പോ എത്രയാണ് നിങ്ങൾ ഗ്യാസിൻ്റെ പ്രോബ്ലം അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ കുറച്ച് പരിപ്പ് കമ്മിയാക്കിയിട്ട് എടുത്തോളൂ. ഇങ്ങനെയാണ് ഞാനുണ്ടാക്കുന്ന പരിപ്പ് രസം. അതിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഓണ സമയത്തോ എപ്പോഴെങ്കിലൊക്കെ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റായിരിക്കും ഈ രസം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ജ്യോതിസ് കറി വേൾഡിൻ്റെ അടിയിലുള്ള കമൻറ്റ് ബോക്സിൽ വന്ന് എഴുതുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ, ഇനി എന്തെങ്കിലും നിങ്ങൾ ഇങ്ങനെയെല്ലാം ഉണ്ടാക്കണത് വേറെ രീതിയിലാണോ എന്നുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും അതിൻ്റെ അടിയിൽ രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.